ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമീസിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മത്സര പരീക്ഷകളിൽ സ്ഥിരം ഫോർമുല കാരണം നമ്മളെ കുഴപ്പിക്കാറുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു ഫോർമുലയുടെയും സഹായം കൂടാതെ ഈ ഭാഗത്ത് നിന്നും ഏത് ക്വസ്റ്റ്യൻ വന്നാലും എങ്ങനെ നമുക്ക് മാർക്ക് നേടാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതെ, സം ഓഫ് n നമ്പേഴ്സ്. ഓക്കെ, n നമ്പറുകളുടെ തുക. ഈ ഭാഗത്ത് നിന്നും സാധാരണ ചോദിക്കാറുള്ളത് തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ് തന്നിട്ട് അതിന്റെ തുക എത്രയാണ് എന്ന് ചോദിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ തന്നിട്ട് അതിന്റെ തുക എത്രയാണെന്ന് ചോദിക്കാം. തുടർച്ചയായിട്ടുള്ള ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ തന്നിട്ട് അതിന്റെ തുക എത്രയാണെന്ന് ചോദിക്കാം. തുടർച്ചയായിട്ടുള്ള സ്ക്വയർ നമ്പേഴ്സിന്റെ തുക എത്രയാണെന്ന് ചോദിക്കാം. തുടർച്ചയായിട്ടുള്ള ക്യൂബ് നമ്പേഴ്സിന്റെ തുക എത്രയാണെന്നും ചോദിക്കാം. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഫോർമുലകളും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഈ രീതിയിൽ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്നും ഉണ്ടാവാറുണ്ട്. എങ്കിൽ നമുക്ക് ഫോർമുലയൊന്നും ആശ്രയിക്കാതെ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്തുക എന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇനി ഫോർമുല മറന്നേക്കൂ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോ റെഡിയല്ലേ? ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകളുടെ തുക. ഓക്കെ, തുടർച്ചയായിട്ടുള്ള ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളുടെ തുക ഫോർമുല ഇല്ലാതെ നമുക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്താം എന്നാണ്. അതിലേക്കായിട്ട് ഒന്നും വേണ്ട, നമ്മൾ ഏറ്റവും ആദ്യത്തെ ഇരട്ട സംഖ്യകൾ, ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഇരട്ട സംഖ്യകളുടെ തുക എടുത്ത് നോക്കിയാൽ മാത്രം മതി. നമുക്ക് അതിൽ നിന്നും കണക്ട് ചെയ്ത് ഫോർമുല ഒന്നും കൂടാതെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് കഴിയും. അതെങ്ങനെയെന്ന് നോക്കാം. ഇതാ നോക്കൂ, ആദ്യത്തെ രണ്ട് ഇരട്ട സംഖ്യകളുടെ തുക എത്രയാ? ഫസ്റ്റ് ടു ഈവൻ നമ്പേഴ്സിന്റെ നമുക്ക് നോക്കാം. ഇതാ എഴുതാം. ആദ്യത്തെ രണ്ട് ഇരട്ട സംഖ്യകളാണ്. ആദ്യത്തെ രണ്ട് ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാ? 2ഉം 4ഉം. ഓക്കെ, 2ന്റെയും 4ന്റെയും തുക എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിരിക്കുമല്ലോ. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. 4 + 2 6. ഓക്കെ, എങ്കിൽ ആദ്യത്തെ 3 ഇരട്ട സംഖ്യകളുടെ തുക ചോദിച്ചാലോ? 3 ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാ? ഫസ്റ്റ് 2, 4, 6. ഇത് മൂന്നും കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ് ചോദ്യം. നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, 2, 4, 6. ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ നമുക്ക് ആദ്യത്തെ 3 ഇരട്ട സംഖ്യകളുടെ തുക കിട്ടും. 6 + 4 10, 10 + 2 12. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് ഫോർമുല കൂടാതെ എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താമെന്ന് സിമ്പിളായിട്ട് നോക്കാനായിട്ട് കഴിയും. എങ്കിൽ നോക്കിക്കോളൂ, ആദ്യത്തെ രണ്ട് ഇരട്ട സംഖ്യകളുടെ തുക 2 + 4 6 എന്ന് കണ്ടെത്തി. ഓക്കെ, എങ്കിൽ ആദ്യത്തെ 3 ഇരട്ട സംഖ്യകളുടെ തുക 12 എന്നും കണ്ടെത്തി. നോക്കൂ, ഈ 2 6 ആവാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ 2ന്റെ കൂടെ 2 × 3 അല്ലേ 6 അല്ലേ? 2 × 3 ആണ് 6. എങ്കിൽ ഇവിടെയോ 3, ആദ്യത്തെ 3 ഇരട്ട സംഖ്യകളുടെ തുക 12 എന്നാണ് പറയുന്നത്. 3 12 ആവാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 3ന്റെ കൂടെ എന്തുകൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 12 ആവും? 3 × 4 ആണ് 12. അപ്പോൾ നോക്കൂ, ഇവിടെ ഒരു കണക്ഷൻ ഇല്ലേ? ആദ്യത്തെ രണ്ട് ഇരട്ട സംഖ്യകളുടെ തുക ചോദിച്ചാൽ ആ രണ്ടിന്റെ തൊട്ടടുത്ത സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് അതിന്റെ തുകയായ 6 കിട്ടുന്നത്. എങ്കിൽ തുടർച്ചയായിട്ടുള്ള ആദ്യത്തെ 3 ഇരട്ട സംഖ്യകളുടെ തുക ചോദിച്ചാൽ ആ 3ന്റെ തൊട്ടടുത്ത നമ്പറുമായിട്ടുള്ള 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 12 കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താം. തുടർച്ചയായിട്ടുള്ള എത്ര ഇരട്ട സംഖ്യകൾ ചോദിച്ചാലും അതിന്റെ തൊട്ടടുത്ത നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതി. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ ഇരട്ട സംഖ്യകൾ കൊണ്ട് ചെയ്തു നോക്കൂ. എന്നിട്ട് ഫസ്റ്റ് 2 ഇരട്ട സംഖ്യകളാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ 6 കിട്ടും. അപ്പൊ ഈ 2 6 ആവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? 2 × 3, 2നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത നമ്പർ ഇട്ട് ചെയ്തു നോക്കൂ. ആദ്യത്തെ 3 ഇരട്ട സംഖ്യകൾ 2, 4, 6 12 ആണ്. അപ്പൊ ഈ 3 12 ആവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? 3നെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോ നമുക്ക് കണക്ഷൻ കിട്ടും.
തൊട്ടടുത്ത നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇതാ വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 4 ഇരട്ട സംഖ്യകൾ ചെയ്ത് നോക്കാം. ആദ്യത്തെ 4 ഇരട്ട സംഖ്യ 2, 4, 6, 8. 2, 4, 6, 8. ഇതിന്റെ തുക എത്രയാ? 8, 6, 14, 14, 4, 18, 18, 2, 20. 4 20 ആവണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം? 4 × 5 ആണ് 20. ദാ ഇപ്പോഴും തൊട്ടടുത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോഴത്തേക്കും 20 കിട്ടി. ഓക്കെ അല്ലേ? അപ്പോ ഇരട്ട സംഖ്യകളുടെ തുക ചോദിച്ചാൽ, ഓക്കെ, ഫോർമുല മറന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യത്തെ ഇരട്ട സംഖ്യകൾ എടുക്കൂ. ആദ്യത്തെ 2 ഇരട്ട സംഖ്യകൾ എടുത്താൽ മതി. അതിന്റെ തുകയിൽ നിന്നും നമുക്ക് കണ്ടെത്താം. അല്ലാന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുക്കൂ. അപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആവും. അങ്ങനെയെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകളുടെ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ n × n + 1. ഓക്കെ, ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് ചോദിച്ചാൽ n × n + 1 ആണ് അതിന്റെ ഫോർമുല. ഫോർമുല മറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതി അപ്ലൈ ചെയ്യാം. ഒന്നുമില്ല, n നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ഇരട്ട സംഖ്യകളുടെ തുക ചോദിച്ചപ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്തത്? 2ന്റെ തൊട്ടടുത്ത നമ്പർ 3 അല്ലേ? അത് തന്നെയാണ് n ചോദിച്ചു കഴിഞ്ഞാൽ n-ന്റെ തൊട്ടടുത്ത നമ്പർ എത്ര? n + 1 ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെയാണ് ഫോർമുല ഇല്ലാതെ കണ്ടെത്തുന്നതെന്ന് നോക്കാം. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. നമ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ കുട്ടിക്കാലം തൊട്ട് നമ്മുടെ മനസ്സിൽ നാച്ചുറൽ ആയിട്ട് വരുന്നത് എന്താണ്? 1, 2, 3, 4, 5, 6 അല്ലേ? എണ്ണൽ സംഖ്യകൾ. ഇത് തന്നെയാണ് നാച്ചുറൽ നമ്പേഴ്സ്, കൗണ്ടിങ് നമ്പേഴ്സ്. മലയാളത്തിൽ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ എന്ന് പറയും. നിസർഗ സംഖ്യകൾ എന്ന് പറയും. ഓക്കെ, ആദ്യത്തെ 2 നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക എത്ര? ആദ്യത്തെ 2 നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 1, 2. സിമ്പിൾ അല്ലേ? അതിന്റെ തുക എത്രയാ? 1 + 2, 3. എങ്കിൽ ആദ്യത്തെ 3 നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക എത്ര എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 3 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 + 2 + 3. ഓക്കെ, 3 + 2 5, 5 + 1 6. ഇതാ നോക്കൂ, ഇവിടെ ആദ്യത്തെ ഇരട്ട സംഖ്യകൾക്കും തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകൾക്കും തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയ്ക്കും ഒരു ബന്ധമുണ്ട്. ഓക്കെ, ആദ്യത്തെ 2 ഇരട്ട സംഖ്യകളുടെ തുക 6 ആണ്. എന്നാൽ ആദ്യത്തെ 2 നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക നോക്കൂ, അതിന്റെ പകുതിയായിട്ടുള്ള 3 ആണ്. എങ്കിൽ ആദ്യത്തെ 3 ഇരട്ട സംഖ്യകളുടെ തുക 12 ആണെങ്കിൽ ഇവിടെ നോക്കൂ, ആദ്യത്തെ 3 നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക 12ന്റെ പകുതിയായിട്ടുള്ള 6 ആണ്. അപ്പോ അത്രേ ഉള്ളൂ. ആദ്യത്തെ 3 നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 3 ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. അതിനെന്താ? 3. ആദ്യത്തെ 3 എണ്ണത്തിന്റെ കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ തൊട്ടടുത്ത നമ്പർ 3 × 4 12. എന്നിട്ട് അതിന്റെ പകുതി എടുത്താൽ മതിയാവും. ആദ്യത്തെ 3 നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക കിട്ടും. എന്നാൽ ആദ്യത്തെ 4 നാച്ചുറൽ നമ്പേഴ്സിന്റെ തുകയും ഇത് തന്നെ ആയിരിക്കും. ഫസ്റ്റ് 4 നാച്ചുറൽ നമ്പേഴ്സ് എത്രയാ? 1, 2, 3, 4. കൂട്ടിക്കോളൂ. 4, 3, 7, 7, 2, 9, 9, 1, 10. ഓക്കെ, ആദ്യത്തെ 4 ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ്? 20. അതിന്റെ പകുതിയല്ലേ? അപ്പോ ഫസ്റ്റ് 4 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 4 ഇരട്ട സംഖ്യകളുടെ സം നോക്കാൻ എന്താ ചെയ്യേണ്ടത്? 4ന്റെ തൊട്ടടുത്ത നമ്പർ 5. 4 × 5 20. അതിന്റെ പകുതിയായിരിക്കും ആദ്യത്തെ 4 നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക. ഓക്കെ അല്ലേ? അപ്പൊ ഫോർമുല ഇങ്ങനെയാണ്. n × n + 1 ആണ് ഇരട്ട സംഖ്യകളുടെ തുക. എങ്കിൽ അതിന്റെ പകുതി n × n + 1/2 ആയിരിക്കും നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക. ഓക്കെ, ഇങ്ങനെയാണ് ഫോർമുല ഉണ്ടായത്. മനസ്സിലായോ? ഒന്നുമില്ല, ദാ നോക്കിക്കോളൂ. ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോഴത്തേക്കും 2. ഓക്കെ, തുക ഇങ്ങനെയായിരിക്കും 4, 6, 8 ഇങ്ങനെയായിരിക്കും അല്ലേ പോകുന്നത്. ഓക്കെ, ഇതിനെ പൊതുവേ ഒരു 2 കൊണ്ട് ഭാഗിച്ചു നോക്കൂ. 2 കൊണ്ട് ഭാഗിച്ചാൽ ഓക്കെ, ഇവിടെ മുകളിലെല്ലാം പ്ലസ് ആയതുകൊണ്ട് ഓരോന്നിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഇവിടെ 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ ഇവിടെ 1. 4നെ 2 കൊണ്ട് ഭാഗിച്ചാൽ 2. 6നെ ആണെങ്കിൽ 3. 8നെ ആണെങ്കിൽ 4. നോക്കൂ, കോമൺ ആയിട്ട് 2 എടുത്ത് കളഞ്ഞപ്പോൾ
എണ്ണൽ സംഖ്യയായി മാറി ഇരട്ട സംഖ്യകൾ 1 2 3 4. അത്രയേ ഉള്ളൂ അതിന്റെ ലോജിക്ക്. അപ്പോ നമുക്ക് എക്സാമിന് ചോദ്യം വരുന്നു, തുടർച്ചയായിട്ടുള്ള 10 ഓക്കെ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തുടർച്ചയായിട്ടുള്ള 10 ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ്? 10ന്റെ തൊട്ടടുത്ത് 11. 11 × 10 110 ആണ്. എങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 110ന്റെ പകുതി 55. അത്രയേ ഉള്ളൂ, ആൻസർ കിട്ടി അല്ലേ? ഇരട്ട സംഖ്യകളിൽ നിന്നും കോമൺ ആയിട്ട് 2 എടുത്ത് കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് എണ്ണൽ സംഖ്യകളായിരിക്കും തുടർച്ചയായിട്ടുള്ളത്, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ കോമൺ ആയിട്ട് 2 എടുത്ത് ഭാഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി എടുക്കുക എന്നതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. എങ്കിൽ നമുക്ക് തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകൾ ഓക്കെ ഫോർമുല ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആൻസർ അടിക്കാം എന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഒറ്റ സംഖ്യകളുടെ തുക ഫോർമുലയുടെ ഒന്നും സഹായമില്ലാതെ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനായിട്ട് ഒന്നുമില്ല, ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒറ്റ സംഖ്യകൾ ഓക്കെ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യകളുടെ തുക നോക്കുക. ആദ്യത്തെ 2 ഒറ്റ സംഖ്യകളുടെ തുക എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് 2 ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാ? 1 3 അല്ലേ? അതിന്റെ തുക കണ്ടെത്താൻ വലിയ പാടൊന്നും കാണത്തില്ലല്ലോ. 1 + 3 ആണ്. 1 + 3 4. എങ്കിൽ തുടർച്ചയായിട്ടുള്ള ആദ്യത്തെ 3 ഒറ്റ സംഖ്യകൾ 1 3 5 അല്ലേ? 5 + 3 8, 8 + 1 9. എങ്കിൽ ആദ്യത്തെ 4 ഒറ്റ സംഖ്യകളോ തുടർച്ചയായിട്ടുള്ളത് 1 + 3 + 5 + 7. 7 + 5 12, 12 + 3 15, 15 + 1 16. ഞാൻ നോക്കൂ, ആദ്യത്തെ 2 ഒറ്റ സംഖ്യകളുടെ തുക 4 ആണ്. ആദ്യത്തെ 3 ഒറ്റ സംഖ്യകളുടെ തുക 9 ആണ്. ആദ്യത്തെ 4 ഒറ്റ സംഖ്യകളുടെ തുക 16 ആണ്. അതായത് ഇതിന്റെയൊക്കെ സ്ക്വയർ അല്ലേ? ആദ്യത്തെ 2 എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ആ 2ന്റെ സ്ക്വയർ ആയിട്ടുള്ള 4 ആണ് 2 ഒറ്റ സംഖ്യകളുടെ സമ്മ്. ഓക്കെ, ആദ്യത്തെ 3 ഒറ്റ സംഖ്യകളുടെ ആണെങ്കിലോ 3ന്റെ സ്ക്വയർ ആയിട്ടുള്ള 9. ആദ്യത്തെ 4 ആണെങ്കിലോ 4ന്റെ സ്ക്വയർ ആയിട്ടുള്ള 16. അപ്പോ തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളുടെ തുക ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണത്തിന്റെയാണോ ചോദിക്കുന്നത് അതിന്റെ സ്ക്വയർ എടുത്താൽ മതിയാകും എന്ന് സാരം. ഫോർമുല മറന്നാൽ ഓക്കെ ഏറ്റവും ചെറിയ തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളായ 1 3 ആദ്യത്തെ 2 ഒറ്റ സംഖ്യകളാണ്. അത് ചെയ്ത് നോക്കൂ. വീണ്ടും ഡൗട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആദ്യത്തെ 3 ഒറ്റ സംഖ്യകൾ എടുത്ത് ചെയ്ത് നോക്കൂ. അപ്പൊ തന്നെ മനസ്സിലാവും ഓക്കെ അതിന്റെ സ്ക്വയർ ആണ് എന്ന്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോ ആദ്യം നമ്മൾ നോക്കിയത് എന്താണ്? തുടർച്ചയായിട്ടുള്ള ഈവൻ നമ്പേഴ്സിന്റെ സമ്മ്, അതിൽ നിന്നും നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മും നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് കണക്ട് ചെയ്യാമെന്ന് നോക്കി. പിന്നെ നമ്മൾ തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളുടെ സമ്മ് നമ്മൾ നോക്കി. എങ്കിൽ ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളുടെ തുക എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100ന്റെ സ്ക്വയർ എടുത്താൽ മതിയാകും. എങ്കിൽ ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ സം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ന്റെ സ്ക്വയർ എത്രയാ? 100. 100 ആയിരിക്കും ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുകയും തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിന്റെ തുകയുമാണ്. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ച് എഴുതി എടുത്തു വരിക. നമ്മൾ ഈ ക്ലാസിന്റെ അവസാനം ഇത് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കുമ്പോൾ നിങ്ങൾ കുറയ്ക്കും. പിന്നെ ഏത് എക്സാമിന് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നാലും ഈ ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഫോർമുല തപ്പേണ്ടയോ സമയം കളയേണ്ടയോ ആവശ്യം നിങ്ങൾക്ക് വരത്തില്ല. അപ്പോ നമുക്ക് അടുത്ത് തുടർച്ചയായിട്ടുള്ള ക്യൂബ് നമ്പേഴ്സിന്റെ തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു തുടർച്ചയായിട്ടുള്ള ഈവൻ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളുടെ തുക കാണുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ 3 ഇരട്ട സംഖ്യകളുടെ തുക ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാ? 2 4 6 അല്ലേ? ഓക്കെ, ഇതിന്റെ ഫോർമുല എന്താ? ഇതിന്റെ തുക 6 4 10 + 12 ആണ്. ആദ്യത്തെ 3 ഇരട്ട സംഖ്യകളുടെ തുക ചോദിച്ചപ്പോഴത്തേക്കും 3ന്റെ കൂടെ 4 കൊണ്ട് ഗുണിച്ചാലായിരിക്കും 12, അതായത് തൊട്ടടുത്ത നമ്പർ. എങ്കിൽ ആദ്യത്തെ 3 നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളുടെ തുക എത്രയായിരിക്കും? 1 2 3 3 + 2 + 1 6 അല്ലേ? അതായത് ഈ 12ന്റെ പകുതി ഇതിനെ 2 കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ 12ന്റെ പകുതിയാണ് 6. അതിന് കോമൺ ആയിട്ടുള്ള 2 എടുത്ത് കളയണം, നമ്മൾ ആൾറെഡി പറഞ്ഞു. എങ്കിൽ നമുക്ക് ആദ്യത്തെ 3 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിലേക്ക് വേണ്ടി നമ്മളിവിടെ എടുത്ത പോലെ ആദ്യത്തെ 3 എണ്ണൽ സംഖ്യകൾ തന്നെ എടുക്കാം.
1 2 3 അല്ലേ? ഇതിന്റെയൊക്കെ ക്യൂബോ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് ആണ്. ഓക്കെ, 1ന്റെ ക്യൂബ് എത്ര? 1 ആണ്. 2ന്റെ ക്യൂബ് 8, 3ന്റെ ക്യൂബ് 27. ഇത് 3 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 36 എന്ന് കിട്ടും. ഇതാ നോക്കൂ, ഇവിടെ ഇതിന് 3നും ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകളുടെ തുക നമ്മൾ കണ്ടെത്തിയത് എത്ര നമ്പേഴ്സ് ആണോ ചോദിക്കുന്നത് അതിന്റെ തൊട്ടടുത്ത നമ്പേഴ്സ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. ആദ്യത്തെ 3 ഇരട്ട സംഖ്യകളുടെ തുക ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത നമ്പർ 3 × 4 12. ഓക്കെ, എങ്കിൽ ആദ്യത്തെ 3 എണ്ണൽ സംഖ്യകളുടെ തുക ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പകുതി എടുക്കണം. 3 × 4/2. ഓക്കെ, അതായത് 12/2 6. എങ്കിൽ ആദ്യത്തെ 3 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക ആ 6ന്റെ സ്ക്വയർ ആയിരിക്കും 36. അതായത് ഇവിടെ നമ്മൾ ചെയ്തതുപോലെ തുടർച്ചയായിട്ടുള്ള 3 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കണ്ടുപിടിക്കാൻ ആ 3ന്റെ തൊട്ടടുത്ത നമ്പർ ആയിട്ടുള്ള 4 കൊണ്ട് ഇൻറ്റു ചെയ്യൂ. ഓക്കെ, അതിന്റെ പകുതി എടുക്കൂ, ഹോൾ സ്ക്വയർ ചെയ്യൂ, മതിയാകും. ഓക്കെ, നോക്കാം. 2 4 2 വട്ടം 3 × 2 6, 6ന്റെ സ്ക്വയർ 36. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എങ്കിൽ തുടർച്ചയായിട്ടുള്ള 5 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 5ന്റെ തൊട്ടടുത്ത നമ്പർ എത്ര? 6. ഓക്കെ, അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 2, ഇതിനെ ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ മതിയാകും. ഓക്കെ, ഇതാ വെട്ടുമ്പോഴത്തേക്കും 3 × 5 15, 225 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. നമുക്ക് അവസാനം മറ്റേ ക്വസ്റ്റ്യനും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സെറ്റ് ആകും. എങ്കിൽ നമുക്ക് തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിന്റെ തുക എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് നോക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിന്റെ തുക കാണുന്നത് എങ്ങനെ എന്ന് നോക്കാം. ഇതിന്റെ ഫോർമുല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയ ഫോർമുലയാണ്. n × n + 1 × 2n + 1/6 എന്നൊക്കെയാ. ഓക്കെ, നമുക്ക് ഇതിലോട്ടൊന്നും പോകണ്ട. ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ഒരു 4 എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിന്റെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് ആദ്യം നോർമലായിട്ട് എഴുതി തന്നെ കണ്ടെത്താം. തുടർച്ചയായിട്ടുള്ള 4 എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാ? 1 2 3 4 അല്ലേ? ഇതിന്റെ സ്ക്വയറോ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ. ഇതാ നോക്കാം. 1 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. 16 9 25, 29 1 30 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് ചെയ്യുന്നതിനേക്കാളും എളുപ്പം. ഓക്കെ, തുടർച്ചയായിട്ടുള്ള 4 എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിന്റെ തുകയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ 4 ആദ്യം ഇവിടെ എടുത്ത് എഴുതുക. അതിന്റെ തൊട്ടടുത്ത നമ്പർ ഏതാ? 5. അതുകൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ 2 നമ്പറും തമ്മിൽ കൂട്ടുക. 5 + 4 എത്രയാ? 9. അതിനെ എടുത്ത് ഇവിടെ ഇൻറ്റു ചെയ്യുക. ഓക്കെ, മുകളിൽ അങ്ങനെ മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 3 നമ്പർ അല്ലേ? അപ്പൊ അതിന്റെ ഇരട്ടി എത്രയാ? 6. അതുകൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇതാ 6നെയും 9നെയും 3 വെച്ച് വെട്ടാമല്ലോ. ഇവിടെ 2, ഇവിടെ 3. ഓക്കെ, 2നെയും 4നെയും 2 വെച്ച് വെട്ടാം. ഓക്കെ, 2 × 5 10, 10 × 3 30. ആൻസർ കിട്ടി. ഓക്കെ, ഇതിലോട്ടൊന്നും പോകണ്ട. എത്ര നമ്പറാണോ ചോദിച്ചിട്ടുള്ളത് ഇതാ നോക്കാം. അടുത്ത് തുടർച്ചയായിട്ടുള്ള 10 എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിന്റെ തുകയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ആ 10 എടുത്ത് എഴുതുക. തൊട്ടടുത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. ഓക്കെ, ഈ 2 നമ്പറും കൂട്ടിയിട്ട് അതിനെ മൾട്ടിപ്പിൾ ചെയ്യുക. 10 + 11 21 ആണ്. അതിനെ മൾട്ടിപ്പിൾ ചെയ്യുക. ഓക്കെ, ഇവിടെ എത്ര നമ്പറാ ഉള്ളത്? 1 2 3 3 നമ്പറാ ഉള്ളത്. അതിന്റെ ഇരട്ടി എത്രയാ? 6. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഈ 6 21 3 വെച്ച് പോവും. 6നെ 3 വെച്ച് 2 പ്രാവശ്യവും ഇവിടെ 7. ഈ 2ഉം 10ഉം പോവും. 5. ഓക്കെ, 11 × 7 77 ആണ്. 77 × 5. ഓക്കെ, 77 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 + 7 എന്നല്ലേ? × 5. ഓക്കെ, 70 + 5 350. ഓക്കെ, 7 + 5 35. 350 + 35 385 എന്ന് കിട്ടും.
നമ്മൾ ഒരു ഫോർമുലയും കാണാതെ പഠിക്കാതെ തന്നെ ഈ ഒരു മെത്തേഡ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതിൽ എണ്ണൽ സംഖ്യകളുടെ സ്ക്വയർ ഓർത്ത് വെക്കാൻ മാത്രമേ എത്തിപ്പാടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ അതേ ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ ഈസിയാണ്. ഇതും ഈസിയാണ് ഈ ഫോർമുല മനഃപ്പാഠം ചെയ്യുന്നതിനേക്കാളും. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതിൽ നിന്നും സ്ഥിരം ചോദിക്കാറുള്ള 1-2 മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഈ പഠിച്ചതിൽ നിന്നും നമുക്ക് കുറച്ച് മോഡൽസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, സം ഓഫ് ഫസ്റ്റ് 10 ഈവൻ നമ്പേഴ്സ്. ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? നമ്മൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കി. സപ്പോസ് നമ്മൾ മറന്നുപോയി ഫോർമുല, അയ്യോ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആദ്യത്തെ 2 ഇരട്ട സംഖ്യകൾ എടുത്തങ്ങ് എഴുതുക. 2, 4 അല്ലെങ്കിൽ 3 തന്നെ എഴുതിക്കോ. 2 ഓക്കെ 2, 4, 6. ആദ്യത്തെ 3 ഇരട്ട സംഖ്യകൾ 2, 4, 6. ഇതിന്റെ തുക 2, 4, 6, 6, 6, 12 ആണ്. ഓക്കെ ആദ്യത്തെ 3 ഇരട്ട സംഖ്യകളുടെ തുക 12. അപ്പൊ 3 12 ആവണമെങ്കിൽ തൊട്ടടുത്ത നമ്പർ ആയിട്ടുള്ള 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിരുന്നാലായിരിക്കും 12 കിട്ടുന്നത്. അപ്പോ ഇതിൽ നിന്നും കണക്ട് ആവും. എത്രയാണോ എത്ര നമ്പേഴ്സ് ആണോ ചോദിച്ചിട്ടുള്ളത് അതിന്റെ തൊട്ടടുത്ത നമ്പറുമായിട്ട് എടുത്ത് ഇൻറ്റു ചെയ്താൽ മതി. ഇവിടെ ഫസ്റ്റ് 10 ഈവൻ നമ്പേഴ്സിന്റെ തുകയാണ് ചോദിച്ചിട്ടുള്ളത് എങ്കിൽ 10ന്റെ തൊട്ടടുത്ത നമ്പർ എത്രയാ? 11. ഓക്കെ 10 × 11 110. ഓക്കെ ഫോർമുല മറന്നുപോയാൽ ബേസിക് ആയിട്ട് ആദ്യത്തെ ഒരു 3 ഇരട്ട സംഖ്യകൾ എടുത്ത് എഴുതൂ. അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എങ്കിൽ അടുത്ത് സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആണ് ചോദിക്കുന്നത്. നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുള്ളത് പോലെ ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 10 ഈവൻ നമ്പേഴ്സിന്റെ തുകയുടെ പകുതി ആയിരിക്കും. ആദ്യത്തെ 10 ഈവൻ നമ്പേഴ്സിന്റെ തുക എത്രയാ? എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? 10 അതിന്റെ അടുത്ത നമ്പർ കൊണ്ട് ഗുണിക്കുക. 10 × 11 ഇതായിരിക്കും ഈവൻ നമ്പേഴ്സിന്റെ തുക. എങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക, എണ്ണൽ സംഖ്യകളുടെ തുക. 2ഉം 10ഉം തമ്മിൽ വെട്ടാം. 5 × 11 55. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ സം ഓഫ് ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ്, ആദ്യത്തെ 10 ഓഡ് നമ്പറുകളുടെ തുക ചോദിച്ചാൽ, നമ്മൾ ഫോർമുല മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ബേസിക് ആയിട്ടുള്ള ഒരു 2 ഓഡ് നമ്പർ എടുത്ത് എഴുതും. 1ഉം 3ഉം ആണ്. അതിന്റെ തുക എത്രയായിരിക്കും? 1 + 3 4 അല്ലേ? അപ്പോ 2 എണ്ണത്തിൻ്റെത് ചോദിച്ചപ്പോഴത്തേക്കും 4 ആയി. ആ 2ന്റെ സ്ക്വയർ അല്ലേ 4? വീണ്ടും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ആദ്യത്തെ 3 എണ്ണം എടുത്ത് എഴുതുക. 1, 3, 5. ഇത് 3ഉം പ്ലസ് ചെയ്ത് നോക്കൂ. 1 + 3 4 ആണ്. 4 + 5 9 ആണ്. ആദ്യത്തെ 3 എണ്ണം എടുത്ത് എഴുതിയപ്പോഴത്തേക്കും 9. അപ്പോൾ അതിന്റെ സ്ക്വയർ ആണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ അതിന്റെ ഫോർമുല എത്ര നമ്പർ ആണോ ചോദിച്ചിട്ടുള്ളത് അതിന്റെ സ്ക്വയർ ആണ്. എങ്കിൽ ഇവിടെ ആദ്യത്തെ 10 ഓഡ് നമ്പർ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 10ന്റെ സ്ക്വയർ 100. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് സം ഓഫ് ഫസ്റ്റ് 10 സ്ക്വയർ നമ്പേഴ്സ്, ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിന്റെ തുക. നമ്മൾ ആൾറെഡി നോക്കിയായിരുന്നു. 10 എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിന്റെ തുക ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 10ന്റെ തൊട്ടടുത്ത നമ്പർ കൊണ്ട് ആദ്യം മൾട്ടിപ്പിൾ ചെയ്യുക. എന്നിട്ട് ഈ 2 നമ്പറും കൂടെ കൂട്ടിയിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 10 + 11 21. ഓക്കെ ഇവിടെ എത്ര നമ്പരാ ഉള്ളത്? 1, 2, 3. 3 നമ്പരാ ഉള്ളത്. അതിന്റെ ഇരട്ടി നമ്പർ കൊണ്ട് താഴെ ഡിവൈഡ് ചെയ്യുക. 6. ഓക്കെ 3ൽ പോവുമല്ലോ, 21 മാറും. ഇവിടെ 7, ഇവിടെ 2. ഓക്കെ ഇവിടെ 5. ഓക്കെ 11 × 7 77. 77 × 5 385 എന്ന് കിട്ടും ആൻസർ. ഓക്കെ അല്ലേ? എങ്കിൽ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് സം ഓഫ് ഫസ്റ്റ് 10 ക്യൂബ് നമ്പേഴ്സ് എത്രയാണെന്നുള്ളത് നോക്കാം. സോ സം ഓഫ് ഫസ്റ്റ് 10 ക്യൂബ് നമ്പേഴ്സ് ഞാൻ ആൾറെഡി പറഞ്ഞു. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കണ്ടുപിടിക്കാൻ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുകയെ സ്ക്വയർ ചെയ്താൽ മതിയാകും. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ആദ്യം 10 ഇരട്ട സംഖ്യകളുടെ നമ്പർ നോക്കാനായിട്ട് അതിന്റെ തൊട്ടടുത്ത നമ്പർ 10 × 11, അതിന്റെ പകുതിയായിരിക്കും എണ്ണൽ സംഖ്യകളുടെ തുക.
എങ്കിൽ ഇത് ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ മതിയാകും. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കിട്ടും. ഇതാ നോക്കാം, 2 10 വെച്ചിട്ട് 5. ഓക്കെ, 5 × 11 55 ഹോൾ സ്ക്വയർ ആണ്. 55 × 55 3025 എന്ന് കിട്ടും ആൻസർ. ഓക്കെ അല്ലേ? അപ്പോ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കണ്ടുപിടിക്കാൻ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുകയെ ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ മതിയാകും. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക 55 ആണ്. അതെങ്ങനെ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇരട്ട സംഖ്യകളുടെ തുക എടുക്കുന്നത് എങ്ങനെയാണ്? 10ന്റെ തൊട്ടടുത്ത നമ്പർ ആയിട്ടുള്ള 11, 10 × 11 ഗുണിക്കണം, അത് 110 കിട്ടും. അതിന്റെ പകുതിയാണ് എണ്ണൽ സംഖ്യകളുടെ തുക 55. അതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കിട്ടും. അത് 3025 ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഇതിൽ നിന്നും ചോദിക്കാറുള്ള മറ്റൊരു മോഡലും കൂടെ നോക്കാം. അതിന്റെ ഒരു 5 ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോ നമുക്ക് ഈ ഭാഗത്ത് നിന്നും ചോദിക്കാറുള്ള മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം 10 and 20. 10 മുതൽ 20 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് ചോദ്യം. ഓക്കെ, 20 എത്രാമത്തെ ഇരട്ട സംഖ്യയാണ്? 10ാമത്തെ ഇരട്ട സംഖ്യയാണ്. അപ്പൊ 10 5ാമത്തെ ഇരട്ട സംഖ്യയാണ്. 1ാമത്തെ ഇരട്ട സംഖ്യ ഏതാ? അതിന്റെ ഇരട്ടിയായിട്ടുള്ള 2. 2ാമത്തെ ആണെങ്കിൽ 2ന്റെ ഇരട്ടിയായിട്ടുള്ള 4 ആണ്. 3ാമത്തെ ആണെങ്കിലോ 6. ഓക്കെ, 10ാമത്തെ ഇരട്ട സംഖ്യ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടിയായിട്ടുള്ള നമ്പർ ആയിരിക്കും 20 ആയിരിക്കും. അങ്ങനെയെങ്കിൽ 10 എത്രാമത്തെ ഇരട്ട സംഖ്യ ആയിരിക്കും? 5ാമത്തത്. ഓക്കെ, 20 ആണെങ്കിൽ 10ാമത്തത് അല്ലേ? എങ്കിൽ 5 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് ഇവിടെ ചോദ്യം. നമ്മൾ സാധാരണ ചെയ്യാറുള്ള രീതിയിൽ തുടർച്ചയായിട്ടുള്ള 10 ഇരട്ട സംഖ്യകളുടെ തുകയാണ് ചോദിക്കുന്നതെങ്കിൽ ഒന്നുമില്ല, 10 എടുത്ത് എഴുതാം, അതിന്റെ തൊട്ടടുത്ത നമ്പർ 11 കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. പക്ഷേ ഇവിടെ 5 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക മതി. അതായത് ആദ്യത്തെ 4 ഇരട്ട സംഖ്യകളുടെ തുക, തുടർച്ചയായിട്ടുള്ള 4 ഇരട്ട സംഖ്യകളുടെ തുക നമുക്ക് ആവശ്യം ഇല്ല. അപ്പോ എന്ത് ചെയ്യാം? ഈ 10 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചിട്ട് ആ 4 വരെയുള്ള ഇരട്ട സംഖ്യകളുടെയും തുക കണ്ടുപിടിച്ചിട്ട് അത് ഇതിൽ നിന്നും കുറച്ചാൽ പോരെ. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ 4 ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാ? 2, 4, 6, 8. ഓക്കെ, അപ്പോൾ നമ്മളോട് ഒരു ചോദ്യം, 3ാമത്തെയും 4ാമത്തെയും ഇരട്ട സംഖ്യയുടെ തുക എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് കണക്കാക്കിക്കോ. അപ്പൊ നമുക്ക് എന്താ ചെയ്യുക? മൊത്തം ഈ 4 ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നും ഈ ആദ്യത്തെ 2 എണ്ണം അങ്ങ് കുറച്ചാൽ പോരെ. ഇതാ നോക്കിക്കോളൂ, ഈ ആദ്യത്തെ 4 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? 2 + 4 6, 6 + 6 12, 12 + 8 20. ഇതാണ് ആദ്യത്തെ 4 ഇരട്ട സംഖ്യകളുടെ തുക. ഓക്കെ, അതിൽ നിന്നും ആദ്യത്തെ ഈ 2 ഇരട്ട സംഖ്യകളുടെ തുക കുറച്ചാലോ? ആദ്യത്തെ 2 ഇരട്ട സംഖ്യ ഏതാ? 2, 4. 2 + 4 6 ആണ്. ഈ 20ൽ നിന്നും 6 കുറച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 14. ഇതാ നോക്കാം, 3ാമത്തെ ഇരട്ട സംഖ്യ 6 ആണ്, 4ാമത്തത് 8 ആണ്. 8 + 6 14. കിട്ടിയില്ലേ? ഇതേ ലോജിക്ക് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്നും ആദ്യത്തെ 4 ഇരട്ട സംഖ്യകളുടെ തുക മൈനസ് ചെയ്താൽ പോരെ, മതിയാകും. ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ 10 × 11 110 ആണ്. എങ്കിൽ ആദ്യത്തെ 4 ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ പറയുന്ന രീതിയിൽ 4 ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത നമ്പർ 4 × 5 20 ആണ്. ഈ 110ൽ നിന്നും ഈ 20 കുറച്ചാൽ മതിയാകില്ലേ? നോക്കാം, 110 - 20 90. 90 ആണ് ആൻസർ. മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഒന്നും കൂടി നോക്കിക്കോളൂ. 10 മുതൽ 20 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് 10ഉം 20ഉം എത്രാമത്തെ ഇരട്ട സംഖ്യകൾ എന്നാണ്. 10 വന്നിട്ട് 5ാമത്തെ ഇരട്ട സംഖ്യയാണ്. 5ന്റെ ഇരട്ടിയല്ലേ 10. എങ്കിൽ 20ഓ 10ാമത്തെ ഇരട്ട സംഖ്യയാണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ 5 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ,
എങ്കിൽ അത് കണ്ടുപിടിക്കാൻ തുടർച്ചയായിട്ടുള്ള 10 ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിച്ച ശേഷം ആദ്യത്തെ ആ 4 ഇരട്ട സംഖ്യകളുടെ തുക കുറച്ചാൽ മതിയാകും. നമ്മളിതാ കുറച്ചു. തുടർച്ചയായിട്ടുള്ള 10 ഇരട്ട സംഖ്യകളുടെ തുക 110 എന്നും ആദ്യത്തെ 4 എണ്ണത്തിന്റെ തുക 20 എന്നും കിട്ടി. എങ്കിൽ ആ 110 നിന്നും 20 കുറച്ചാൽ 90. ഓക്കെ ആണ്, മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 10 and 20. ഓക്കെ, 10 മുതൽ 20 വരെയുള്ള നാച്ചുറൽ നമ്പറുകളുടെ തുക എത്രയാണ്? എണ്ണൽ സംഖ്യകളുടെ തുക എത്രയെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ നോക്കാം. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ആദ്യത്തെ 20 ഇരട്ട സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിന്റെ തൊട്ടടുത്ത നമ്പർ കൊണ്ട് ഗുണിക്കണം എന്ന് പറഞ്ഞു. എങ്കിൽ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ പകുതി എടുക്കുക, അല്ലെങ്കിൽ 2 കൊണ്ട് ഭാഗിച്ചാൽ മതിയെന്ന് നമ്മൾ നോക്കി. ഇതിൽ ഈ 2ഉം 20ഉം വെച്ച് വെട്ടാം. 10 ആണ്. 10 into 21 to 10. ഓക്കെ, എങ്കിൽ ഇതിൽ നിന്നും ആദ്യത്തെ 9 എണ്ണൽ സംഖ്യകളുടെ തുക കുറച്ചാൽ മതിയാവില്ലേ? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നോക്കിയതുപോലെ ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക 210 ആണ്. പക്ഷെ നമുക്ക് 10 മുതൽ 20 വരെയുള്ളത് മതി. അതിനർത്ഥം ആദ്യത്തെ 9 എണ്ണൽ സംഖ്യകളുടെ തുക വേണ്ട. എങ്കിൽ ആ 9 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാം. ഓക്കെ, 9 into അതിന്റെ തൊട്ടടുത്ത നമ്പർ കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇരട്ട സംഖ്യകളുടെ തുകയാകും. അതിനെ കോമൺ ആയിട്ട് 2 കൊണ്ട് ഭാഗിച്ചാൽ എണ്ണൽ സംഖ്യകളുടെ തുക 2ഉം 10ഉം വെട്ടാം. 5. 9 into 5 45. ഓക്കെ, എങ്കിൽ ഈ 210 നിന്നും 45 കുറച്ചാൽ മതിയാകും. നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 165 ആണ് ആൻസർ. മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. 10 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കൂ. അത് 20 ആണെങ്കിൽ തൊട്ടടുത്ത നമ്പർ 21 ആണ്. 20 into 21 ഡിവൈഡഡ് ബൈ അതിന്റെ പകുതി എടുത്താൽ 2 to 10 എന്ന് കിട്ടി. ഓക്കെ, എങ്കിൽ ആദ്യത്തെ 9 എണ്ണൽ സംഖ്യകളുടെ തുക അതിൽ നിന്നും കുറച്ചാൽ മതിയാകും. ആദ്യത്തെ 9 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ 9 into തൊട്ടടുത്ത നമ്പർ 10 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, വെട്ടുമ്പോഴത്തേക്കും 5. 9 into 5 45. അപ്പൊ 210 നിന്നും 45 കുറച്ചു കഴിഞ്ഞാൽ 165 ആൻസർ. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സം ഓഫ് ക്യൂബ് നമ്പേഴ്സ് ഫ്രം 5 and 10. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താ? 5 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക. ഓക്കെ, ഇവിടെ നമുക്ക് 5 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുകയാണ് ആവശ്യം. അതിനർത്ഥം ആദ്യത്തെ 4 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക വേണ്ട എന്നാണ്. എങ്കിൽ അത് മാത്രം കുറച്ചാൽ പോരെ? എങ്കിൽ നമുക്ക് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കണ്ടെത്താം. അത് കണ്ടെത്താൻ 10ന്റെ തൊട്ടടുത്ത നമ്പർ 11 ആണ്. ഓക്കെ, അങ്ങനെ കോമൺ ആയിട്ട് 2 കൊണ്ട് ഭാഗിക്കുക. ഇത് തുടർച്ചയായിട്ടുള്ള 10 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്തുന്നതാണ്. എന്നാൽ അതിനെ ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുകയായി നമ്മൾ നോക്കിയായിരുന്നു. എങ്കിൽ ഇതാ നോക്കാം. 2ഉം 10ഉം വെട്ടാം. 5. 5 into 11 55. 55 ഹോൾ സ്ക്വയർ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, എങ്കിൽ തുടർച്ചയായിട്ടുള്ള 4 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കണ്ടെത്താം. 4. അതിന്റെ തൊട്ടടുത്ത നമ്പർ 5 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. 2ഉം 4ഉം വെട്ടും 2 പ്രാവശ്യം. 5 into 2 10. 10 സ്ക്വയർ അല്ലേ? ഓക്കെ, തുടർച്ചയായിട്ടുള്ള 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക 55ന്റെ സ്ക്വയർ ആണ്. എങ്കിൽ അതിൽ നിന്നും നമുക്ക് തുടർച്ചയായിട്ടുള്ള 4 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കുറയ്ക്കാം. അത് 10 സ്ക്വയർ ആണ്. ഇവിടെ നോക്കൂ, നമ്മളിത് ഡയറക്റ്റ് ആയിട്ട് 55ന്റെ സ്ക്വയർ ഒക്കെ എടുത്ത് സമയം കളയുന്നതിനേക്കാളും നല്ലത് എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ എന്ന് വെച്ചാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മോഡലല്ലേ ഇത്? ഓക്കെ, എയുടെ സ്ഥാനത്ത് 55 അതിന്റെ സ്ക്വയർ ആണ്. എങ്കിൽ ബിയുടെ സ്ഥാനത്ത് 10 ആണ്. എങ്കിൽ ആ ഫോർമുല എടുത്ത് ഇവിടെ അങ്ങ് അപ്ലൈ ചെയ്താൽ പോരെ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി അല്ലേ? എങ്കിൽ ഇത് അങ്ങോട്ട് മാറ്റാം. 55 മൈനസ് 10 ഇൻറ്റു 55 പ്ലസ് 10 അല്ലേ? 55 മൈനസ് 10 എത്രയാ? 45.
ഓക്കെ, ഇൻറ്റു 55 പ്ലസ് 10 65 ആണ്. ഓക്കെ, മൾട്ടിപ്പിൾ ചെയ്തോളൂ. 65 ഇൻറ്റു 45 2925 2925 ഓക്കെ, തുടർച്ചയായിട്ടുള്ള 5 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സം ഓഫ് സ്ക്വയർ നമ്പേഴ്സ് ഫ്രം 5 ആൻഡ് 10. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 5 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിന്റെ നമ്പർ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേ മോഡൽ തന്നെയാണ്. നമുക്ക് ആദ്യം 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നോക്കാം. അതിൽ നിന്നും ആദ്യത്തെ 4 എണ്ണം കുറച്ചാൽ മതിയാകും. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു 10 എങ്കിൽ അതിന്റെ തൊട്ടടുത്ത നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുക, 11 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10 + 11 21 ആണ്. അപ്പൊ ആ 21 മൾട്ടിപ്പിൾ ചെയ്യുക. എത്ര നമ്പറാണ് ഉള്ളത്? 1, 2, 3. ഓക്കെ, എങ്കിൽ അതിന്റെ ഇരട്ടി നമ്പർ 6. ഓക്കെ, കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6ഉം 21ഉം 6 3 2 7. ഓക്കെ, 7 × 11 77. 77 × 10 770. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് ആദ്യത്തെ 4 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിന്റെ തുക കുറയ്ക്കാം. അത് കണ്ടുപിടിക്കാൻ 4, അതിന്റെ തൊട്ടടുത്ത നമ്പർ 5, 5ഉം 4ഉം ചേർന്നാൽ 9. മുകളിൽ 3 നമ്പേഴ്സ്, അതിന്റെ ഇരട്ടി 6. ഓക്കെ, 6 3 2, ഇവിടെ 3, 2 4 2. ഓക്കെ, 5 × 2 10, 10 × 3 30. 30. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിന്റെ തുക 770. ഓക്കെ, അതിൽ നിന്നും ആദ്യത്തെ 4 എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിന്റെ തുകയായിട്ടുള്ള 30 കുറയ്ക്കാം. എങ്കിൽ 740 എന്ന് കിട്ടും ആൻസർ. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് വ്യക്തമായിട്ടും മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.